ഹലോ, ഞാൻ നിങ്ങളുടെ അയനമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എന്ത് കഥയാണ് കേൾക്കാൻ പോകുന്നതെന്നല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇന്നാണ് നമ്മൾ സ്വാതിയുടെ കഥ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? എവിടെ അവസാനിച്ചെന്ന് ഓർമ്മയുണ്ടോ? ചിലർക്ക് അവസാനത്തേക്കൊരു തെറ്റിയിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ക്ലിയറായിട്ട് അങ്ങോട്ട് ഹാപ്പി ആവാൻ പറ്റിയിട്ടില്ല അല്ലേ? സാരമില്ല, നമുക്ക് ഇന്നതങ്ങ് സെറ്റാക്കാം. ഓക്കെ. ഇപ്പോൾ സ്വാതിയും ഹസ്ബൻഡും കൂടെ യാത്ര തിരിക്കാൻ നിൽക്കുകയല്ലായിരുന്നോ നമ്മുടെ മുതലാളിക്കുട്ടൻ്റെ വീട്ടിലേക്ക്? അപ്പോൾ ആ യാത്ര നമുക്ക് ഇവിടുത്തെ കഥ അങ്ങ് തുടങ്ങാം. ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ആദ്യം മോനെ സ്വാതിയുടെ വീട്ടിലാക്കാൻ തന്നെ തീരുമാനിച്ചു. അവിടെ അവളുടെ അമ്മയും അച്ഛനും ഉണ്ടല്ലോ. അവരോട് പറഞ്ഞ് ഞങ്ങളങ്ങനെ രാത്രി താമസിച്ചേ വരുള്ളൂ എന്ന്. അതുകൊണ്ട് മക്കളെ നോക്കണം. മോളെ സ്കൂളിൽ വിടുമ്പോൾ അച്ഛനോട് കൂട്ടാനും പറഞ്ഞു. വല്ലപ്പോഴും ഞങ്ങളില്ലാത്ത സമയത്ത് അവരെ കൂട്ടിയിരുന്നത്. അമ്മയോട് വീട്ടിൽ ചെന്ന് കുട്ടികൾക്ക് വേണ്ട ഡ്രസ്സ് എടുത്തോളാനും പറഞ്ഞ് വീടിൻ്റെ കീ അവരുടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ തുറന്നെടുത്തോളാനും പറഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ പ്രിയതമയും കൂടെ യാത്രയിലിങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്നും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും അറിയത്തില്ലല്ലോ. ഞാനപ്പോൾ യാത്രയിൽ സ്വാതിയോട് പറഞ്ഞു, എടി, നമ്മൾ എന്തായാലും അടുത്ത ആഴ്ച ഗംഗാധരൻ മുതലാളിയെ കാണാൻ പോകുന്നതല്ലേ? അതിനു മുമ്പ് നീ ഇവരെ ഒന്ന് പരിചയപ്പെടും. അത് നമുക്ക് വളരെ ഉപകാരമായിരിക്കും. പിന്നെ നിനക്ക് മുതലാളിയെ കാണാൻ പോകുമ്പോൾ ഇതൊരു ഉപകാരമായിരിക്കും. സംഭവം മനസ്സിലായില്ലേ? നൈസായിട്ട് ആൾ കാര്യം അവതരിപ്പിക്കുക. നിനക്കറിയത്തില്ലേ, ഇവർ വഴിയ കാര്യങ്ങൾ ശരിയാക്കിയത്. അതുകൊണ്ട് തന്നെ നീ എല്ലാവരെയും പരിചയപ്പെടുന്നത് നല്ലതാ. വണ്ടിമേ വെച്ച് ഞാനിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ യാത്ര ഏകദേശം 10-15 മിനിറ്റ് മേലെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രശാന്തിൻ്റെ വീട് പടിക്കലെത്തി. ഗേറ്റ് അടച്ചാലായിരുന്നു. അതുകൊണ്ട് ഞാൻ കാറിൻ്റെ ഹോൺ അടിച്ചു. കാറിൻ്റെ ഹോണൊക്കെ കേട്ട് പ്രശാന്തും ഭാര്യ മീരയും പിന്നെ സിബിയും പുറത്തേക്ക് വന്നു. സിബി വന്ന് ഗേറ്റ് തുറന്നു. ഞങ്ങളുടെ വണ്ടി അകത്തേക്ക് കടന്നു. സിബി ഗേറ്റ് അടച്ച് കാറിൻ്റെ പുറകെ വന്നു. കാറ് വീടിൻ്റെ ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് കാറിൻ്റെ അടുത്തേക്ക് പ്രശാന്തും മീരയും കൂടെ വന്നു. സിബി കാറിൻ്റെ ഡോറ് തുറന്ന്, അതിൻ്റെ അല്ല കേട്ടോ, സ്വാതിയുടെ സൈഡിലെ ഡോറാണ് തുറന്നു കൊടുത്ത്. ഡോറ് തുറന്ന് സ്വാതിയെ സ്വീകരിച്ചു. ഞാനും പുറത്തിറങ്ങി വീട്ടിലേക്ക് പ്രവേശിച്ചു. സ്വാതിയെ കണ്ടപ്പോൾ തന്നെ പ്രശാന്തിനും സിബിക്കും അവരുടെ അതൊക്കെ ഇങ്ങനെ ആവുന്നതും ആ മുഖത്തിൻ്റെ തിളക്കവും ഒക്കെ കണ്ണിപ്പെട്ടു. എനിക്ക് അതൊക്കെ കണ്ട് എന്തെന്നില്ലാത്തൊരു വികാരം ഇങ്ങനെ ഉടലെടുക്കുമായിരുന്നു. സിബി സ്വാതിയെ നോക്കി എന്നോട് പറഞ്ഞു, ഇവളെ ഞങ്ങൾ നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. അവളെ ഈ വേഷത്തിലൊക്കെ കണ്ടാൽ ഏത് ഇതവനും, മുദ്ദകളവനായാലും ശരി, 17 വയസ്സുകാരനായാലും ശരി, അതുപോലെ അവളുടെ ഈ ഇതൊക്കെ കാണുമ്പോൾ ആരും ഒന്ന് കൊതിച്ചു പോവും എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ മീര സംസാരത്തിന് തടയിട്ട് പറഞ്ഞു, മതി മതി. ഞാൻ വീടിൻ്റെ മുറ്റത്ത് വെച്ച് എല്ലാവരെയും അവൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. സിബി, നീ അവളെ നോക്കി വെള്ളറക്കാതെ നിനക്ക് വേണമെങ്കിൽ അവളോടങ്ങ് ചോദിക്കും. ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് തരും. ഇത്രയും ക്യൂട്ടായ പെണ്ണ് ഒരു പരപുരുഷ സാമീപ്യം ആഗ്രഹിക്കാതെ ഇരിക്കുമോ അല്ലേ? അവൾക്കും അറിയണ്ടേ ഹസ്ബൻഡിൻ്റെ അല്ലാതെ മറ്റ് ഇതൊക്കെയുള്ളത് എങ്ങനെയാണ്, എന്താണ് എന്ന് പറഞ്ഞ് മീര അതിൽ തടയിട്ടു. വീടിൻ്റെ അകത്ത് കയറി മീര സ്വാതിയെ കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. സ്വാതിയെ ജ്യൂസുമായി മീര അടുക്കളയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. ഒരു പെണ്ണുകാടൽ ചടങ്ങിന് ചായ കൊടുക്കുന്നത് പോലെ നാണത്തോടെ എനിക്കും പ്രശാന്തിനും സിബിക്കും ഒക്കെ അവളിങ്ങനെ കൂൾ ഡ്രിങ്ക്സ് നൽകി. ഈ സമയത്ത് പ്രശാന്തിൻ്റെയും സിബിയുടെയൊക്കെ നോട്ടം ആ ചുരിദാറമേ തന്നെ ആയിരുന്നു. അതിൻ്റെ ആ വിടവിലൂടെ അതൊക്കെ ഇങ്ങനെ കാണാൻ ആദ്യയോടെ എത്തി നോക്കുന്നതൊക്കെ നല്ലവണ്ണം കാണുന്നുണ്ടായിരുന്നു. അവളെ
കൊത്തി തിന്നാനുള്ള ആർത്തി അവരുടെ മുഖത്ത് നല്ലവണ്ണം തെളിഞ്ഞു നിന്നു. അങ്ങനെ ഞങ്ങൾ കൂൾ ഡ്രിങ്ക്സൊക്കെ കുടിച്ചു. അതും കഴിഞ്ഞ് ഞാനും സിബിയും പ്രശാന്തും കൂടെ പുറത്തേക്കിറങ്ങി. ഈ സമയത്ത് മീര സ്വാതിയെ പറഞ്ഞ് മനസ്സ് തിരിക്കുകയായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ സ്വാതി എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞതാണ്. ഇത് മീര ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കേൾക്കാം. ആ കഥയിലൂടെ ഇപ്പോൾ നമുക്കങ്ങ് പോവാട്ടോ. മീര സ്വാതിയോട് പറഞ്ഞു, എടി നീ നിൻ്റെ കെട്ടിയവനും കൂടി ഒരു എഗ്രിമെൻ്റ് ഒപ്പിടാൻ നിൽക്കുന്നതും നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം എനിക്കറിയാം. ഞങ്ങളും ഇതുപോലൊരു പ്രശ്നത്തിൽ നിന്നപ്പോൾ അയാൾ തന്നെയാണ് ഞങ്ങളെ സഹായിച്ചത്. പിന്നെ നിന്നെപ്പോലെ തന്നെയായിരുന്നു ഞാനും കുറച്ച് നാൾ. എല്ലാം മനസ്സിന് വിഷമം ഉണ്ടാകും, പിന്നെ അത് ദിനചര്യ പോലെ അങ്ങ് പോയിക്കോളും. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സുഖത്തിനും അയാളാണ് കാരണക്കാരൻ. അതുകൊണ്ട് നീ ഒന്ന് കണ്ണടച്ചാൽ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്നെ അതുപോലെയാക്കാൻ ഞങ്ങൾ സഹായിക്കാം. അതുപോലെ എൻ്റെ കെട്ടിയവനും ആ സിബിക്കും നിന്നെ നല്ലപോലെ കാണണമെന്നുണ്ട്. നീ അതിൽ ടെൻഷനൊന്നും അടിക്കേണ്ട, അവർ നിനക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഓക്കെ? നീ അവർക്ക് മുന്നിൽ ഒന്ന് കണ്ണടച്ച് കൊടുത്തേക്ക്. പിന്നെ ഈ ലോകത്തിലെ ജീവിതം നമുക്ക് ഒന്നല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് കിട്ടാനാവുന്നത്ര സുഖം അതങ്ങ് അനുഭവിച്ച് നമ്മൾ പോകാവൂ. അവർ നിനക്കാട്ട എന്നുള്ളത് നീ പേടിക്കണ്ട. ഞാൻ ഇവിടെ തന്നെ ഇല്ലേ. അനിലിനും ഇതൊക്കെ അറിയാം. അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നെ ഇവിടെ കൊണ്ടുവന്നതും. നീ അവനെ സഹകരിക്കുക എന്നും പറഞ്ഞ് അടുക്കളയിൽ നിന്ന് ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്തേക്ക് മീര വരികയായിരുന്നു. സ്വാതി ഇതെല്ലാം കേട്ടിട്ട് പരിഭ്രമിച്ച് അവിടെ തന്നെ നിന്നേ ഉള്ളൂ. ഇനി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. സ്വാതിയിൽ നിന്നും അവളുടെ പെരുമാറ്റം എന്താണെന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഞാനും സിബിയും പ്രശാന്തും ഒക്കെ കൂൾ ഡ്രിങ്ക്സും കുടിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പ്രശാന്താണ് എന്നെ സിബിയും കൂട്ടി അവരുടെ വീടിന് പുറക്ക് വശത്തേക്കുള്ള ഷെഡിലേക്ക് എത്തി. അവിടെ ഒരു ഫുൾ സ്കോച്ചും ഒരു ഫുൾ വോഡ്ക്കയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ ഇങ്ങനെ രണ്ടും ഒഴിച്ച് തന്നിട്ട് ഓരോന്നിങ്ങനെ അകത്താക്കിയായിരുന്നു ഞങ്ങൾ. മീരതേ പിന്നെ അമ്പലത്ത് വന്ന് ഞങ്ങളെ നോക്കി പ്രശാന്തിനോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അധികം കഴിക്കണ്ട, സ്വാതിയുടെ രുചി അറിയേണ്ടതല്ലേ. പിന്നെ തിരക്ക് കൂട്ടരുത്, അവളെ കടിച്ചതാക്കരുത് കേട്ടോ, മെല്ലെ വേണം. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കാം. അന്നേരം 3 പേരും അങ്ങോട്ട് പോരെ എന്നും പറഞ്ഞ് മീര ആ വോഡ്ക്കയായിട്ട് അകത്തേക്ക് അങ്ങ് പോയി. അതിനുശേഷം മീരയും സ്വാതിയും മാത്രമായിരുന്നു വീടിൻ്റെ അകത്ത്. മീര സ്വാതിക്ക് കുറച്ച് അതൊക്കെ ഇങ്ങനെ കലർത്തി ജ്യൂസൊക്കെ കുടിക്കാൻ കൊടുത്തു. അവൾ അതറിയാതെ തന്നെ അതങ്ങ് കഴിക്കുകയും ചെയ്തു. 1-2 ഇത് ഉള്ളിലേക്കങ്ങ് പോയപ്പോൾ മീര കൊടുത്തത് അവൾക്ക് അത്യാവശ്യത്തിൽ കൂടുതലായി. തലയ്ക്ക് പിടിക്കാൻ തുടങ്ങിയപ്പോൾ മീര സ്വാതിയോട് ചോദിച്ചു, സ്വാതി, നീ നിൻ്റെ കെട്ടിയൻ്റെ കൂടെ അല്ലാതെ വേറെ ആരുടെയെങ്കിലും കൂടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നീ അവൻ്റെ രുചിയല്ലേ, അതല്ലാതെ വേറൊരാൾക്കാരുടെ എന്തെങ്കിലും രുചി, ആ ഒരു സുഖം നിനക്ക് അറിയണമെന്നുണ്ടോ? നിനക്ക് അവൻ തരുന്ന അതായിരിക്കില്ല അടുത്ത അയാൾ തരുന്നത്. ഓരോരുത്തരും ഓരോ രുചിയുടെ കലവറയാണ്. അത് നിനക്ക് ഞാൻ ഇന്നിവിടെ തരട്ടെ. പിന്നെ അടുത്ത ആഴ്ച നീ ഗംഗാധരൻ മുതലാളിയുടെ ആ രുചി അറിയുന്നതല്ലേ. അതിനു മുമ്പ് വേണമെങ്കിൽ നീ ഇവരുടെ രുചിയൊന്ന് അറിഞ്ഞോ? ഇത് കേട്ട് അവൾ മീരയൊന്ന് നോക്കി. അപ്പം മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്കാര്യം ഇന്നിവിടെ ഉള്ളവർക്ക് എല്ലാം അറിയാം. മാത്രമല്ല നിൻ്റെ കെട്ടിയവൻ്റെ പ്രശ്നം പ്രശാന്ത് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാ മുതലാളി സമ്മതിച്ചത്. നിൻ്റെ ഫോട്ടോ ഞാനാ മുതലാളിക്ക് കാണിച്ചു കൊടുത്തത്. ഞാനും മുമ്പ് അങ്ങനെയാണ് മുതലാളിയെ പരിചയപ്പെട്ടത്. അയാൾ പറയുന്നത് കേട്ട് അനുസരണയുള്ളവളായി നിന്നാൽ നിനക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ കിട്ടും. അല്ല, എതിർത്താൽ നമ്മുടെ കുടുംബം ഇല്ലാതാക്കാനും അയാൾക്കാവും. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ടങ്ങ് നിൽക്ക്. പിന്നെ സ്വാതി, നീ പേടിക്കണ്ട കേട്ടോ. നമ്മളല്ലാതെ ഇക്കാര്യങ്ങൾ വേറെ ആരും അറിയില്ല. പിന്നെ നിന്നെ അടുത്തനുഭവിക്കാനാ എൻ്റെ കെട്ടിയവനും സിബിയും
ഇവിടെ കാര്യങ്ങൾ ഏർപ്പാടാക്കിയത്. ഇക്കാര്യം നിൻ്റെ അനിലിനും അറിയാം. എൻ്റെ സമ്മതത്തോടെ തന്നെ ഇത്. അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ട. സ്വാതി പറഞ്ഞു, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ഞാൻ ഈ എഗ്രിമെൻറ്റിന് സമ്മതിക്കില്ല. ഞാൻ അനിലിനെയും കൂട്ടി പോവുക എന്നും പറഞ്ഞ് എണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അല്പം വെച്ചു. മീര, ഈ കണ്ടീഷനിൽ നീ പോയാൽ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഈ ഗുളിക കഴിക്കുന്നു പറഞ്ഞ് മീര സ്വാതിക്കൊരു അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഉണർത്തുന്നൊരു ഗുളിക കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാത്രം ഇതറിയൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടത് നീ കൊടുക്ക്. നിനക്ക് വേണ്ടത് അവരും തരും. എന്നാൽ മുതലാളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നിനക്കൊരു മുൻപരിചയമാകുമല്ലോ. പേടിക്കാതെ മുതലാളിയുടെ അടുത്ത് ഇടപഴകുകയും ചെയ്യാം എന്ന് പറഞ്ഞ് മീര സ്വാതിയുടെ മുഖം മീരയുടെ മുഖത്തിന് നേരെയാക്കിയിട്ട് മെല്ലെ ആ ചുണ്ടുമ്മേ അവൾ എന്നിട്ട് ആ സ്വാതിയുടെ അതൊക്കെ ഒന്ന് ഇതാക്കുകയും ചെറുതായിട്ട് അവർ തമ്മിലുള്ളൊരു പരിപാടി അതൊക്കെ ഞങ്ങളിങ്ങനെ ചെറിയ കൂടെ കണ്ടുകൊണ്ടിരുന്നു. സ്വാതി മദ്യത്തിൻ്റെ പുറത്ത് അവൾക്കും ആഗ്രഹം എതിർക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മീര പറഞ്ഞു, ഞാൻ ആഗ്രഹം സാധിച്ചു തരട്ടെ എന്ന്. ഒന്നും പറയാതെ സ്വാതി നിന്നപ്പോൾ മീര വീണ്ടും നീ ഇവിടെ നിൽക്ക്, ഞാൻ എപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. എന്നിട്ടവൾ ഞങ്ങളെ വന്ന് വിളിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് ഞാൻ 4 പെഗിൻ്റെയും അവൻ 2 പെഗിൻ്റെയും തരിപ്പിതിന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ദേ പ്രശാന്ത് സിബിയും കൂടെ വീടിൻ്റെ മുന്നിൽ കൂടി കയറാൻ പോകുന്നതിന് മുമ്പായിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇത് മടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അതൊന്ന് കാണണമെന്ന്. അത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ അടുക്കള വഴി പോരെയെന്ന്. എന്നിട്ട് ആ വഴി അങ്ങ് കാണിച്ചു തന്നു. എന്നെ അവൾ കാണരുതെന്ന് അവർ പറഞ്ഞു. കണ്ടാൽ പിന്നെ ചിലപ്പോൾ അവൾ സമ്മതിക്കില്ല. അതാ അവർ വീടിൻ്റെ മുന്നിലൂടെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും മദ്യത്തിൻ്റെയും ഗുളികയുടെയും തരുപ്പ് അവൾ പിടിച്ചു തുടങ്ങിയിരുന്നു. പ്രശാന്തും സിബിയും വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ അടുക്കള വഴി കയറി. മീര പറഞ്ഞു, പ്രശാന്തിനോട് പുറത്ത് സ്വാതിക്കൊരു വല്ലായ്മ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഞാനൊരു മരുന്ന് കൊടുത്തു. ഞാനിവിടെ നമ്മുടെ ബെഡ്റൂമൊക്കെ കിടത്തട്ടെ എന്നും പറഞ്ഞു സ്വാതിയെ എണ്ണിക്കാൻ നോക്കിയപ്പോൾ മീരയ്ക്കാണെ ഒറ്റയ്ക്ക് പറ്റുന്നുമില്ല. അത് കണ്ടിട്ട് പ്രശാന്ത് പറഞ്ഞു മീരയോട്, നീ മാറിക്കോ, ഞങ്ങൾ കൊണ്ടുപോയി കിടത്തിക്കോളാം എന്നും പറഞ്ഞ് ആളുടെ കയ്യിൽ നിന്ന് സ്വാതിയെ ആളുടെ കൈയും വാങ്ങി ഷോൾഡറിന്മേൽ താങ്ങിയെടുത്തു. ഈ സമയത്ത് സിബിയോട് കൈകൊണ്ട് മീര ഓക്കെ എന്ന രീതി കാണിച്ചു. എനിക്കെന്താ അവൾക്ക് പറ്റിയൊന്നും മനസ്സിലായില്ല. ഞാൻ ആകെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. മീര എന്നെ കണ്ടിട്ട് എന്നോട് കണ്ണടച്ച് കാണിച്ചു ഒന്നുമില്ലയെന്ന്. അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, സ്വാതി ആദ്യമായിട്ടായത് കൊണ്ടാണ് മദ്യത്തിൻ്റെ കൂടെ ഒരു ഗുളിക കൊടുത്തു, അത്രയേ ഉള്ളൂ. അതാ. പിന്നെ ആ ഗുളികയുടെ ഹാങ് ഓവർ കഴിയുമ്പോഴത്തേക്കും അവൾ നിനക്ക് മാത്രമായി കരുതി വെച്ചതല്ല, ഇവർ കവർന്നെടുത്ത് കഴിഞ്ഞിരിക്കും. ഒന്ന് അവൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ പിന്നെ ഗുളികയുടെ ആവശ്യമൊന്നുമില്ല, എല്ലാം അവൾ തന്നെ നോക്കിക്കോളും. ഇതും പറഞ്ഞ് മീര എൻ്റെ അതുമ്മയൊക്കെ ഇങ്ങനെ കൈകൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഞാനും പ്രശാന്തും സിപിയും കൂടെ സ്വാതിയെ കിടത്തിയ റൂമിലേക്ക് നടന്നു. എൻ്റെ മനസ്സ് അവളെ കാണാനുള്ള ആകാംക്ഷ വല്ലാതെ വരിഞ്ഞു മുറുക്കിയിരുന്നു. റൂമിൻ്റെ അടുത്തെത്തി ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കണ്ടത് സ്വാതിയെ അവർ അതുമ്മ കിടത്തി അവളുടെ ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു. അവൾ ആ ഗുളികയുടെ ഹാങ് ഓവറിൽ നല്ലവണ്ണം മലർന്ന് കിടക്കുന്നുണ്ട്. ഞാൻ അത് കണ്ടുകൊണ്ട് അവിടെ തന്നെ നിന്നു. പ്രശാന്ത് അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഒക്കെ നല്ലവണ്ണം ഫോട്ടോ എടുക്കുന്നുണ്ട്. സ്വാതിയുടെ അതും ഇങ്ങനെ മാറി മാറി ഇതാക്കുന്നുണ്ട്. അവരുടെ കൈകളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ തഴുകിക്കൊണ്ടിരുന്നു. ഇനി പ്രശാന്തിൻ്റെ സിബിയുടെ സംസാരങ്ങൾ പറയട്ടെ. സിബി പറയാ, എടാ സ്വാതിയുടെ ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് പറ്റുന്നില്ല മോനെ, ഇവിടെ നമുക്ക് നേരത്തെ കിട്ടേണ്ടതായിരുന്നു. എന്നാൽ നമ്മൾ എത്ര മക്കളെ ഇവൾ പ്രസവിച്ച് കിട്ടിയേനെ, എത്ര പ്രാവശ്യം അതിങ്ങനെ ആക്കിയേനെ.
പ്രശാന്ത്. അതിന് മുതലാളിയുടെ എഗ്രിമെൻറ്റ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നെ കിട്ടുമല്ലോ. അപ്പോഴേക്കും ഇവൾ ഈ ഫീൽഡിൽ ഓടി തഴക്കം വന്നിട്ടുണ്ടാകും. സിബി ഇവളുടെ ഇതും അതും ഒക്കെ നമ്മളെ നല്ലവണ്ണം ഹരം പിടിപ്പിച്ച് കൊല്ലും അല്ലേ. സ്വാതിയുടെ ചുരിദാറൊക്കെ കണ്ടിട്ട് അവരിങ്ങനെ പറയുന്നത്, ഇവളെത്തിനായി ഒരുങ്ങി വന്ന ഇല്ല പിന്നെ കൈ കാണിക്കുന്ന ചുരിദാറും അതൊക്കെ ഇട്ടിട്ട് ഈ രീതിയിലുള്ള വേഷത്തിൽ വരുമോ. അതും പറഞ്ഞ് എന്നെ നോക്കി അവരൊന്ന് ചിരിച്ചു. ഞാനും തിരിച്ച് ചിരിച്ചു. അത് ഞാൻ പറഞ്ഞിട്ട് ഇടിയിച്ചതാ. എങ്ങനെ ഇപ്പോൾ ഇവളെ കണ്ടാൽ ഏത് ഇതാവാത്തനും ആവുമല്ലോ, സ്വാഭാവികം. ഈ വേഷത്തിൽ നീ ഗംഗാധരൻ മുതലാളിക്ക് ഇവളെ കൊടുത്ത പിന്നെ ഇവളുടെ പല്ലും മുടിയും നഖവും മാത്രമേ നിനക്ക് കിട്ടുമെന്ന് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രശാന്ത്, നീ ഇവളുടെ അതൊക്കെ ഒന്ന് അയക്കി, നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ് എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. എന്നോട് പറഞ്ഞു, നീ തന്നെ അവളുടെ അതങ്ങ് അയച്ചേക്ക്, അവളെ ഞങ്ങൾക്കെന്താ, ഞങ്ങളവളെ അതിൻ്റെ പരലോകത്തേക്ക് കൊണ്ടുപോകട്ടെ. ഞാനങ്ങനെ സ്വാതിയെ കട്ടിൽ നിന്ന് മെല്ലെ താങ്ങി എണ്ണിപ്പിച്ചു. അവൾ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാൻ 2 കൈ ഇങ്ങനെ താക്കി സിബി സഹായിക്കുന്നുണ്ട്. ഈ സമയത്ത് സിബി മെല്ലെ അതൊക്കെ തഴുകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്നെ നോക്കി ചിരിക്കാൻ മറന്നൊന്നുമില്ല. ഹരം കയറല്ലേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് അവളെ ഞാൻ എണ്ണിപ്പിച്ച് നിർത്തി. എന്നിട്ട് എൻ്റെ തോളേക്ക് ചർച്ചയൊന്ന് കിടത്തി. മദ്യത്തിൻ്റെയും മരുന്നിൻ്റെയും പവറിൽ ഈ സമയത്തൊക്കെ പ്രശാന്ത് സ്വാതിയുടെ ഓരോരോ ഫോട്ടോകൾ എടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളെടുക്കുന്ന ഫോട്ടോസ് എനിക്കൂടെ ഷെയർ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് പുറത്തു പോകരുത്, അറിയാമല്ലോ, പിന്നെ ആത്മഹത്യയെ വഴിയുള്ളൂ. പ്രശാന്ത് പറഞ്ഞ്, പുറത്താർക്കും ഇതറിയില്ല, ഞാൻ പറയാനും പോണില്ല. ഞാൻ എന്നെ കഴിച്ചു തന്ന ഫോട്ടോസ് ഇതുപോലെ ഇവിടെ തന്നെ നിന്ന് അതല്ലേ, ഇതുപോലെ എടുത്ത് അയച്ചു തന്നെ. അതുപോലെ പുതിയ ആൾക്കാർക്ക് എന്നെ പോലെ അറിയില്ലാത്തവർക്ക് ഞാൻ അയച്ചു കൊടുക്കും. എന്നാലേ അവർക്ക് അവളെ പോലെ ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഞാൻ സമ്മതിച്ചു. സിബി സ്വാതിയുടെ അതൊക്കെ ഇങ്ങനെ മാറ്റാൻ തുടങ്ങി, താഴ്ത്തേതിട്ടോ. എന്നിട്ട് പുറമേ അതൊക്കെ തന്നെ. എന്നിട്ട് വീണ്ടും കട്ടുമേ കിടത്തി. ഉള്ളിലത്തതും കൂടെ അയക്കാൻ നോക്കിയപ്പോൾ എന്തേ ആ ഭാഗമൊക്കെ ഒന്ന് നനഞ്ഞിരിക്കുന്നു. സിബി പറഞ്ഞു, ഒരു നനവൊക്കെ കണ്ടപ്പോൾ ഒരു കുഞ്ഞു മോനുണ്ട് അതാണെന്നൊക്കെ. അല്ലെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് നോക്കി ചിരിച്ച് തലയാട്ടി. പ്രശാന്താണ് അപ്പോഴേക്കും ഫുള്ളായിട്ട് ഒന്നുമില്ലാത്ത രീതിക്കുള്ളത് പലതരത്തിലെടുത്തു. ഈ സമയത്ത് അവൻ്റെ ഭാര്യ മീര റൂമിലേക്ക് കയറി വന്നു. അവളിവിടെ ഉണ്ടായിരുന്ന കസാരയിലിരുന്നു. എന്നിട്ട് ഓരോ കളികളും ഇങ്ങനെ കാണുകയായിരുന്നു. മീര ചോദിച്ചു, തുടങ്ങിയില്ലേ? ഇതുവരെ മീര എല്ലാവർക്കും ഓരോ പെഗ് വീതം കൊടുത്തിട്ടു. ഉച്ചയ്ക്കുള്ള ഫുഡ് പാർസൽ പറഞ്ഞിട്ടുണ്ട്. അല്ലേ, നീ പാർസൽ വന്നിട്ട് ബെല്ലടിച്ച ചെന്ന് വാങ്ങണം, ഞാൻ ക്യാഷ് പേ ചെയ്തതാ. ഞാൻ തലയാട്ടി. പ്രശാന്തും സിബിയും കൂടി രണ്ടും തുടങ്ങിയിട്ടോ പരിപാടി. മീര വെറുതെ ഒന്നുമില്ല, അവളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവൾ താഴെ ചെറുങ്ങനെ പരിപാടി തുടങ്ങി. എന്നോട് മീര പറഞ്ഞു, എടാ ഇവളുടെ ഇത് നിന്നിൽ മാത്രമേ ഒതുക്കി നിർത്താതെ അവളിങ്ങനെ തുറന്ന് വിടറാ, അവളിങ്ങനെ പറന്ന് നടക്കട്ടെ. അങ്ങനെ പരിപാടികൾ അവിടെ നടക്കാടേ. സമയം ഏകദേശം 12 മണിയായി. പ്രശാന്ത് ഫുള്ളും മാറ്റി അവളുടെ അടുത്ത് കട്ടിമേ കയറി അങ്ങ് കിടന്നു. സിബി പറഞ്ഞു, നീ ആദ്യം ആക്കിക്കോ, ഞാൻ മീര ഒന്ന് കാണട്ടെ, കുറേയായി അവളുടെ കൂടെ. ഞാനും അവളും കൂടെ ഒന്ന് ആദ്യമാക്കിയിട്ട് പറഞ്ഞ് മീരയും കൂട്ടി അടുത്ത മുറിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അതിൻ്റെ മീരയെ വേണോ? വേണേൽ ഒന്ന് രുചിച്ചോ. സ്വാതിയുടെയാണോ മീരയുടെയാണോ നല്ലതെന്ന് നമുക്ക് നോക്കാമല്ലോ, ബാ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് പിന്നെ മതി, ഞാനത് സ്വാതിയുടെ അതൊന്ന് കാണട്ടെ. എത്ര നാളത്തെ ആഗ്രഹമെന്നറിയോ, അവളെ വേറെ ഒരാൾ അത് കാണാൻ. അതാ
നിങ്ങൾ പൊക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. അങ്ങനെ സിബിയും മീരയും അടുത്ത മുറിയിലേക്ക് പോയി. ഞാനാണേ പ്രശാന്ത് സോറി നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഫോണുമേ വീഡിയോ എടുത്താലോ വെക്കാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഫോണിൻ്റെ എടുത്താൽ കടയിൽ നിന്ന് കോൾ വന്നാൽ പിന്നെ വീഡിയോ കട്ടാകും, ഒന്നും മിസ്സാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവളുടെ ഫോൺ എടുത്തു വീഡിയോ ഓണാക്കി വെച്ചു. ഞാൻ നോക്കുമ്പോൾ എന്താ, പ്രശാന്ത് നല്ല പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവളുടെ കുറുകലും ഞരങ്ങലും ഒക്കെ എനിക്കെന്തോ ഹരം കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തേക്കുള്ള അവളുടെ ആ വികാര പ്രകടനങ്ങൾ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു, അത്രമേലുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നി ഇവൾക്ക് ഇത്രയ്ക്കും അതൊക്കെ ഉണ്ടായിരുന്നു. എന്നോടുള്ള സ്നേഹം കാരണമാണെന്ന് തോന്നുന്നു അതൊന്നും പുറത്തെടുക്കാതെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിന്നത്. എനിക്കപ്പോൾ അവളോടുള്ള മതിപ്പ് 10 മടങ്ങ് വർദ്ധിച്ചു. ഞാൻ തീരുമാനിച്ചു ഏതായാലും ഇറങ്ങിത്തിരിച്ചു. എന്നാൽ പിന്നെ ഇവളുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് സാധിച്ചു കൊടുക്കുന്ന ഭർത്താവായിട്ട് തന്നെ മാറിയേക്കാന്ന്. അങ്ങനെ കുറേ തവണ അവിടുത്തെ കാര്യങ്ങളിങ്ങനെ റിപ്പീറ്റ് പ്രോസസ്സ് ചെയ്ത് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അവളേതോ മായാലോകത്താണെന്ന് മനസ്സിലാക്കി ഞാൻ അവളെങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരുന്ന പ്രശാന്തിനെ കണ്ടപ്പോൾ അറിയാതെ തന്നെ എൻ്റെ ഇതെടുത്തിട്ട് ഞാനങ്ങ് പുറത്തൊക്കെ ആക്കി കേട്ടോ. അത് നോക്കുമ്പോൾ എന്താ നല്ലവണ്ണം ആയിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണല്ലേ അടങ്ങിയിരിക്കുക. അപ്പോഴേക്കും പ്രശാന്ത് താഴ്മയുള്ള കാര്യങ്ങളിങ്ങനെ വർണ്ണിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകളൊക്കെ എൻ്റെ ഉള്ളിൽ ഒരു ഏതോ പ്രത്യേക ഹരം തന്നു. ഞാൻ സ്വാധീനം നോക്കിയപ്പോൾ അവളും ഈ രംഗങ്ങൾ ഇഷ്ടപ്പെടുന്നതായി തന്നെ എനിക്ക് തോന്നി. ഇവൾക്ക് ഇങ്ങനെ കൊതിയുണ്ടായതിന് ഞാനാണല്ലോ കാരണക്കാരനെന്ന് തോന്നിയിട്ട് എനിക്ക് ശരിക്കും അഭിമാനം തന്നെ തോന്നി. അവൻ്റെ അതൊക്കെ കണ്ട് ഞാൻ സ്വാതിയെ കൊണ്ടൊന്ന് ഇതാക്കിപ്പിച്ചു. അവളുടെ കയ്യിൽ ഒരുങ്ങിയതിനേക്കാളും വലുത് ചെറുക്കനുള്ള പരിപാടിക്ക് തന്നെ അവൾ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചോന്ന് സംശയം. ചുമയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രശാന്ത് എന്നോട് പറഞ്ഞു വെള്ളം എടുത്ത് കൊടുക്കുക. ഞാനാണേ അടുന്ന് വോഡ്കയായിട്ടും എടുത്ത് കൊടുത്തത്. അത് വെള്ളമല്ലെന്ന രീതിയിൽ അവളെന്നെ ഒന്ന് നോക്കി. ഞാൻ കുടിച്ചോളാൻ തലയാട്ടുകയും ചെയ്തു. അവൾ അങ്ങനെ അത് കുടിച്ചു. പ്രശാന്തിനും ഒരിത് കൊടുത്തു. അതിൽ ഒരു കവളാക്കിയിട്ട് അതിങ്ങനെ സ്വാതിയിലേക്ക് ഇങ്ങനെ ഇതാക്കി. അവളത് കുടിച്ചിറക്കുകയും ചെയ്തു. പിന്നെ അരങ്ങേറിയത് രണ്ടുപേരും നാക്ക് കൊണ്ടുള്ള പരാക്രമമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അതിൻ്റെ ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ സമയം ഒട്ടും അവർ കളഞ്ഞില്ല. ശരിക്കുള്ള പരിപാടി അങ്ങ് തുടങ്ങി. അങ്ങനെ നല്ലവണ്ണം ആസ്വദിച്ചിതാക്കുമ്പോൾ അല്പം കഴിഞ്ഞ് പ്രശാന്ത് അതിമേക്കൊന്നിതാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവനക്ക് തോന്നി. പല പ്രാവശ്യം ആക്കിയെങ്കിലും എന്തോ ചെറിയൊരു ബുദ്ധിമുട്ട്. സ്വാധീനയിൽ അത് കയറുമ്പോഴൊക്കെ നല്ല രീതിക്ക് കുറുകുന്നുണ്ട്. 3-4 പ്രാവശ്യം പ്രശാന്ത് ഇതാക്കി നോക്കി. അവസാനം എന്നെ നോക്കിയിട്ട് കണ്ണടച്ച് ചെറിയൊരു ചിരി ചിരിച്ച് എന്നിട്ടൊരു ആഞ്ഞത് മുഴുവനായി തീർന്നു. അവിടെ പിന്നെ കാറലായിരുന്നു. വേദനിക്കുന്നേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അടുത്ത് വീടുള്ളതൊക്കെ കൊണ്ട് തന്നെ എന്നോട് പ്രശാന്ത് പറഞ്ഞു, നീ പോയി TV വെക്ക്, കുറച്ച് സൗണ്ട് കൂട്ടി വെക്ക്. എനിക്ക് പേടിയായി ഒച്ച കേട്ടപ്പോൾ. അത് മനസ്സിലാക്കിയ പ്രശാന്ത് പറഞ്ഞു, പേടിക്കണ്ട, അടുത്ത വീട്ടിൽ ആരുമില്ല, അവർ ജോലിക്കാരാ, രാവിലെ പോയാൽ വൈകുന്നേരം വരും. പിന്നെ ഇടയ്ക്കെങ്ങാനും ആരെങ്കിലും വന്നാൽ അത് കുഴപ്പമൊന്നുമില്ല. ഫുഡ് സപ്ലൈ ചെയ്യാൻ ബോയ് വരും, അവൻ കേൾക്കണ്ട, പോയി സൗണ്ട് വെക്ക്, അവൻ കേട്ടാൽ അത് മോശം. അവളുടെ ആ കാറിച്ച് കേട്ടിട്ട് അടുത്ത മുറിയിൽ സിബി വിളിച്ച് പറയുന്നത് കേട്ട്, പ്രശാന്ത് അവളെ കൊന്നതിനല്ലേ എനിക്കും ബാക്കി വെക്കണം,
അവളെ തിന്നാനായിട്ട്. ഇത് കേട്ടിട്ട് മീര ചിരിക്കുന്നതും ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനങ്ങനെ വേഗം എഴുന്നേറ്റ് ടി വിയുടെ സൗണ്ട് കൂട്ടി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ സെബിയുള്ള മുറിയിലേക്ക് പോയി. അവർ ഈ സമയത്ത് നല്ല വേണം ഇതാക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു കൂടുന്നുണ്ടോയെന്ന്. ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞ് സ്വാതിയുടെ അതൊക്കെ കാണാനുള്ള കൊത്തി കണ്ട് ആ മുറിയിലേക്ക് പോയി. എന്നെ കണ്ടിട്ട് പ്രശാന്ത് പറഞ്ഞു, എടാ നിൻ്റെ ഒരു ഇത്രയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ കാറിയത്. ആ പാവം. ഇത് കേട്ടപ്പോൾ എന്തോ ഞാൻ അങ്ങോട്ടേക്ക് നോക്കി. ശരിയാ, അവൻ്റെ അത്രയും വരത്തില്ല, അതെനിക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അവിടെ ഒരു കാറിൽ നടന്നത്. അങ്ങനെ അല്പസമയത്തിന് ശേഷം പ്രശാന്ത് മെല്ലെ മെല്ലെ തുടങ്ങി. പിന്നെ നല്ല ഇതിലാണെന്ന് മനസ്സിലായി. ഞാനാണ് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ അവളുടെ ഒക്കെ. പ്രശാന്ത് അപ്പോൾ ദേ നല്ലപോലെ ആക്കാൻ തുടങ്ങി. ചോറ് പാർസൽ വന്ന് കോളിംഗ് ബെല്ല് കേട്ടപ്പോഴാ ഞാൻ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിയത്. ഞാൻ ദേ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ആ മുറിയുടെ ഒച്ച കേട്ടാലോന്നും കയറി ആ വാതിലങ്ങടച്ചു. എന്നിട്ട് പാർസൽ വാങ്ങി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് വേഗം തന്നെ സ്വാതിയുടെ മുറിയിലേക്ക് ചെന്നു. ഇടയ്ക്ക് മെല്ലെ ഒക്കെ സ്ലോ ആക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് പിന്നെയും നല്ലവണ്ണം നൈസായിരിക്കില്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് പല രീതിക്ക് അങ്ങനെ നല്ല പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ആക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ കിട്ടാനും വേണം അല്ലേ ഒരു ഭാഗ്യം. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഇനി അടുത്ത ആഴ്ച മുതൽ മുതലാളി കാര്യം പറഞ്ഞാലും അനുസരിക്കാനേ പറ്റില്ലല്ലോ. അവൾ അതുകൊണ്ട് ഇപ്പം തന്നെ ചിലപ്പോൾ സമ്മതിക്കായിരിക്കും. പല രീതിക്ക് ഇതാക്കുന്ന കേട്ടോ എന്നെ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു. നിൻ്റെ വേദന കുറയ്ക്കാനുള്ള മരുന്ന് മീര തരും. അതിനുള്ള വഴി മീര നല്ലവണ്ണം പറഞ്ഞു തരും. നിനക്കത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഇതാകുമ്പോൾ കുറച്ച് വേദനിക്കുന്നതാണ്. പിന്നെ സ്ഥിരമായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേദന വരില്ലല്ലോ, സ്വാഭാവികമല്ലേ. ഇനി സ്ഥിരമായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനോ സിബിയെ വരാം നിൻ്റെ വീട്ടിലേക്ക്. അതാകുമ്പോൾ നിനക്കും പ്രശ്നമില്ലല്ലോ. സോ അത് പിന്നെ അത് വേണ്ട, എനിക്ക് വേണമെങ്കിൽ ഞാൻ ഏട്ടനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് വരാം ഇവിടെ, അത് മതി. അവളുടെ ഈ സംസാരം കേട്ടപ്പോൾ ശരിക്കും ഒരു ലവളുമാരുടെ വാക്കില്ലേ അതുപോലെ തന്നെ തോന്നും. ഇന്നലെ വരെയുള്ള അവളല്ല എന്നെനിക്ക് നല്ലവണ്ണം മനസ്സിലായി. മനസ്സുകൊണ്ട് ഞാൻ അവളാണെങ്കിൽ ഇതിന് കീഴ്പ്പെട്ട് തുടങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ ഇതാക്കാണ്ടിരിക്കുമല്ലേ. മറ്റൊരിത് ചെയ്താക്കുമ്പോൾ അത് നയസം തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തോന്നുന്നൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പെണ്ണിനെ പറഞ്ഞിട്ടും കുറ്റമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ വീണ്ടും അവിടെ പരിപാടികൾ തുടർന്നുകൊണ്ടിരുന്നു. ഒരു 4-5 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് എവിടെ നിർത്താൻ. അതിങ്ങനെ തകർക്കുമ്പോൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ, ശീൽക്കാരങ്ങൾ. അവസാനം പ്രശാന്തനെ നോക്കിയിട്ട് അതൊരൊറ്റ ഫുള്ള് നിറയൊഴിച്ച് മോനെ മൊത്തം ഒക്കെ കഴിഞ്ഞ് തളർന്ന് കിടപ്പായി. അങ്ങനെ സമയം ഏകദേശം 2 മണി കഴിഞ്ഞു. പ്രശാന്ത് മെല്ലെ അതും എങ്ങനെ മാറ്റി. അതൊക്കെ നല്ലവണ്ണം ഇതായിട്ടുണ്ട് കേട്ടോ. AC-നാണെങ്കിൽ 19-ലുള്ളത്. എന്നിട്ടും വേണ്ട അവിടെ എന്തുമാത്രം നടന്നിട്ടുണ്ടാവുമെന്ന് പറയേണ്ടതില്ലല്ലോ. അവിടുത്തെ അംഗത്തെക്കുറിച്ചായിട്ടോ ഞാൻ പറയണേ. നോക്കുമ്പോൾ എന്താ സ്വാതി ക്ഷീണിച്ച് ഒരു ഇതും ഇല്ലാണ്ട് കിടക്കുക. അവളുടെ ആ വാടിയ മുഖത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഓരോ ഫോട്ടോ ഞാൻ എടുത്തു. എന്നിട്ട് ആ വീഡിയോ ഒക്കെ സ്റ്റോപ്പാക്കി അതെൻ്റെ ഫോണിലേക്ക് അയക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു നമുക്കിനി ഊണ് കഴിക്കണ്ടേ, പാർസൽ തണുത്തു പോകുമെന്നും പറഞ്ഞ് അടുത്ത മുറിയിലേക്ക് ചെന്ന് മീരയോട് ഊണ് കഴിക്കാൻ വിളിച്ചപ്പോൾ അവളതേ ബാത്റൂമൊക്കെയായിരുന്നു. സിബി എന്നോട് ചോദിച്ചു അവിടെ എന്തായി കഴിഞ്ഞോ, അവൾ തകർത്ത് വാരിയോ? ഞാൻ പറഞ്ഞു നന്നായിട്ട് തന്നെ. നീ എണ്ണീക്കുന്നില്ല. അത് കേട്ട് ചിരിച്ചിട്ട് പറഞ്ഞു അവൻ,
ഒന്നും ആയില്ല മോനെ, ഇനിയുണ്ടല്ലോ എൻ്റെ ഈ അംഗം. പിന്നെ ഞാനും പ്രശാന്തും കൂടെ വേറെ അംഗം. എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ ആകെ ഒരു പരുവാവും. അവസാനം ഞാൻ അവനും കൂടി സ്വാതി എടുത്തിട്ടങ്ങ് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തേണ്ടി വരും മിക്കവാറും. ഇല്ലേ അവരിവിടെ 2-3 ദിവസം നിൽക്കട്ടെ, ഞാനവനും കൂടി നല്ലവണ്ണം റെഡിയാക്കി തരാം. ഈ സംസാരം കേട്ടിട്ട് മീര ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം സ്വാധീനം നോക്കട്ടെ. എൻ്റെ കെട്ടിയൻ്റെ കയ്യിലല്ലേ കിട്ടിയത്, അവൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതല്ലേ, എനിക്കല്ലേ അറിയൂ. അങ്ങനെ പറഞ്ഞ് മീര സ്വാതിയുടെ റൂമിലേക്ക് ചെന്നു. മീര സ്വാതി മുറിയുടെ പുറത്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അല്ലേ ഇന്ന് നീ ഇവളെ കൊണ്ട് പോകണ്ട, നാളെ രാവിലെ പൊക്കോ. അത് കേട്ടപ്പോൾ ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞു, മക്കളെ നീ ഇവളുടെ വീട്ടിലാക്കിയില്ലേ, പിന്നെന്താ പേടിക്കാൻ. അതുപോലെ അടുത്ത ആഴ്ച പോയാൽ പിന്നെ മക്കൾ ആരാ നോക്കുക, അതുകൊണ്ട് ഇന്ന് വരില്ല എന്ന് നീ ഒന്ന് വിളിച്ച് പറ, വേണമെങ്കിൽ നീ പോയിട്ട് നാളെ വന്നാലും മതി. അത് കേട്ടപ്പോൾ ഞാൻ അത് പറ്റില്ല, എനിക്ക് അതൊക്കെ കാണാനുള്ളതാണ് ഞാൻ വന്നത്, അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ വന്നത്. ഇവളെ ഇവിടെ വിട്ടിട്ട് പോയാലൊന്നും നടക്കില്ല മോളെ, എന്നാ നീ നാളെ വരികയുള്ളെന്ന് പറ, എന്തെങ്കിലും കാരണം കൂടെ പറഞ്ഞേക്ക്, അപ്പോൾ പ്രശ്നം തീർന്നല്ലേ. അപ്പോഴേക്കും പ്രശാന്ത് അടുക്കളയിൽ പോയി ഒരു സിഗരറ്റൊക്കെ വലിച്ചു. ഞാനും സിബിയും മീരയും കൂടെ സ്വാതിയുടെ മുറിയിലേക്കും ചെന്നു. സ്വാതിയോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഭക്ഷണം എടുക്കട്ടെ എന്ന്. അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ വേണ്ട, കഴിക്കാനൊന്നും പറ്റില്ല. മീരയ്ക്ക് ഇത് കേട്ടിട്ട് ചിരിയാ വന്നേ. അവളുടെ കിടപ്പ് കണ്ടിട്ട് സിബി പറഞ്ഞു, എനിക്കും ഭക്ഷണം വേണ്ട, ഞാൻ ഇവളുടേതൊക്കെ ഇതാക്കിക്കോളാം, അതിന് ഇവളുടേത് വേണ്ടേ, എല്ലാം എൻ്റെ കൊതിയും കെട്ടിയും തീർത്തിട്ടുണ്ടായിരിക്കും എന്ന് മീര പറഞ്ഞു. അപ്പോൾ സിബി അവളുടെ അതുമ്മയ്ക്കൊന്ന് നോക്കി, ഇവളുടെ കൂടെ എവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പായി. അങ്ങനെ സമയം 3 കഴിച്ചു കേട്ടോ, കഴിഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഓരോ പെഗും കൂടെ കഴിച്ചു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മുറിയിൽ ചെന്ന് ചോദിച്ചു, നിനക്കുള്ള ഭക്ഷണം ഞാൻ ഇങ്ങോട്ട് എടുക്കണമെന്ന്. അവൾ വേണ്ടെന്ന് തലയാട്ടി പറഞ്ഞു. കുറച്ച് വാരിത്തരാം, തരട്ടെ. അതിനും വേണ്ടെന്ന തരത്തിന് തലയാട്ടുക മാത്രമായിരുന്നു. മീര ചോദിച്ചു, എന്താ പറ്റിയേ, എന്നോട് പറയാമെന്ന്. അവൾ പറഞ്ഞു, അത് നല്ലപോലെ ഇതാക്കിയിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് വല്ലാത്ത വേദന അത്രേ അവൾക്ക്. ഞാൻ മെല്ലെ ചെവിയെ പറഞ്ഞു, നീ സിബിയല്ലേ വരുന്നത്, അവൻ്റെ ഇതാക്കിയാലോ. ആദ്യമൊക്കെ ചെറിയ വേദനയൊക്കെ തോന്നും, പിന്നെ അത് ശീലമായാൽ അത് വേദനയായി തോന്നാറേയില്ല. പിന്നെ മുതലാളിയുടെ കണ്ടാലോ, നീ ഭക്ഷണം കഴിക്കാൻ നിർത്തുമോ എന്നും പറഞ്ഞ് മീര പുറത്തേക്ക് പോയി. സിബിക്ക് ഭക്ഷണം വേണ്ടാത്തത് കൊണ്ട് ഒന്നും കൂടെ ഒരു സ്മോള് കയറിയിട്ട് പോയി സ്വാതിയുടെ അടുത്തേക്ക്. അവൾക്കൊരു ഇതൊക്കെ കൊടുത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തോ, കുറച്ച് കഴിഞ്ഞ് വരാം, അപ്പോഴത്തേക്കും നീ ഒന്ന് ഫ്രഷ് ആയിക്കോ. സിബി പതുക്കെ, ഞാൻ കേൾക്കാതെ പറഞ്ഞു, ഇനി ഇതിലും വലിയ ആണ് കളിക്കാനൊക്കെ ഉള്ളതാ, തളരരുത്. അതും ഞാൻ കേട്ടു കേട്ടോ. അങ്ങനെ മീനട്ട അവരും തോർത്തൊക്കെ എടുത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ കുറച്ച് കഴിഞ്ഞൊന്ന് കുളിച്ചോ, ക്ഷീണമൊക്കെ മാറിക്കോളും, കുറച്ച് കഴിഞ്ഞ് വിടാം സിബിയെ, അതുവരെ റെസ്റ്റ് എടുത്തൊന്നും പറഞ്ഞ് സിബിയെ കൂട്ടിക്കൊണ്ട് പോയി. അല്പസമയം കഴിഞ്ഞ് സ്വാതി എണ്ണീറ്റു. അവിടെയൊക്കെ നല്ലപോലെ വേദനിക്കുന്നുണ്ട് കേട്ടോ. സ്വാതി അവളുടെ അതൊക്കെ മാറ്റി മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അത് കണ്ടിട്ട് മീര പറഞ്ഞു, നിൻ്റെ അതിന് പകരം ഫ്രണ്ട് ഓപ്പണായിട്ടൊക്കെ ഉള്ളൊരു ഇത് തരാം, അതിട്ടാൽ മതി, അതാകുമ്പോൾ സിബിക്ക് അഴിക്കാൻ എളുപ്പമല്ലേ, അതാ. ഇതും പറഞ്ഞ് അലമാരയിൽ നിന്നും ഒരു നൈറ്റി എടുത്ത് കൊടുത്തു. അവൾ അത് ധരിക്കുകയും ചെയ്തു. ഹെയർ ഡ്രയർ കൊണ്ട് മുടി ഉണക്കി ചീകി മിടുക്കി കിട്ടിയ മീര വന്നിട്ട് അവളുടെ നെറ്റിമേൽ സിന്ധിയെക്കുറിച്ച് വലിപ്പത്തിൽ തന്നെ ചാർച്ചി. ഇപ്പം ഇവളെ കണ്ടാൽ എനിക്കെന്നെ തോന്നും, പക്ഷേ ഞാൻ മനസ്സ് നിയന്ത്രിച്ചു കേട്ടോ. സാരല്ല, ഇവളെൻ്റെ അല്ല, എനിക്ക് വീട്ടിൽ ചെന്നിട്ടായാലും ഇതാക്കാമല്ലോ. ഞാനും കൂടെ ഇതാക്കി കഴിഞ്ഞാൽ അവളെ തളർന്ന് വാടി കരിഞ്ഞു പോകും. എന്ത് രസമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവും ഭാര്യയും തന്നെ മാറി മാറി പൂർണ്ണ സമ്മതത്തോടു കൂടി
ഫ്രണ്ടിൻ്റെ ഇതിനൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ അതൊരു സുഖം. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ അവിടെ? അപ്പോൾ നമ്മുടെ സ്വാതിയുടെ കഥ ഇവിടെ തീരാത്തിരിക്കുക. അപ്പോൾ അടുത്തെന്താ സംഭവിച്ചതെന്ന്, സിബിയുടെ കൂടെ എന്താ നടന്നതെന്ന് നമുക്ക് വേഗം തന്നെ അറിയാവേ. അപ്പോൾ ബൈ.